അപ്പൊ എന്തൊക്കെയാ ഇനി മെസ്സിയെ കാണാനുള്ള അടുത്ത ചുടല് എത്തിക്കഴിഞ്ഞു അറിഞ്ഞു. കാല് പിടിച്ചോണ്ടിരിക്കുന്നത് സായി ഉണ്ട്. സായിയുടെ വഴിക്ക് തന്നെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ മെസ്സിയുടെ ബോഡി ഗാർഡ് അയച്ചു തന്ന ഡ്രസ്സാണിത്. അപ്പൊ ഒരു കട്ടക്കുള്ള പിടിക്കാനല്ലേ ആള് പുതിയ ഡ്രസ്സ് ബ്രാൻഡ് തുടങ്ങി. അപ്പൊ പുള്ളി എനിക്ക് അയച്ചു തന്ന സംഭവമാണ്. ഒരു 10-15 മെസ്സേജ് അയച്ചാൽ പുള്ളി എനിക്ക് ഒരു റിപ്ലൈ അയക്കും. അത് എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. അപ്പൊ ഞാൻ പുള്ളിനെ സെറ്റ് ആയിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അടുത്ത മാർച്ചില് പിന്നെ അർജന്റീൻ ടീം എല്ലാ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്, നടക്കുന്നറിയില്ല. പിന്നെ നമ്മളെ ക്രിസ്ത്യാനോ റൊണാൾഡോ പുതിയതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ക്രിസ്ത്യാനോ റൊണാൾഡോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫാസ്റ്റസ്റ്റ് 10 മില്യൺ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്, ഫാസ്റ്റസ്റ്റ് 50 മില്യൺ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. പിന്നെ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ഒരാളെന്നുള്ള ലെവലിൽ ഫുട്ബോളുള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ചാനൽ തുടങ്ങുമ്പോൾ ഒരു പേഴ്സണൽ ലൈഫൊക്കെ കാണാനും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് എനിക്ക് പേഴ്സണലി. പിന്നെ നമ്മൾ മെസ്സി ഫാൻസ് എന്ന് വെച്ചിട്ട് റൊണാൾഡോനോടൊരു ദേഷ്യം അങ്ങനെയൊന്നുമില്ല. പുള്ളിയും അച്ചീവ്മെന്റ് നടത്തുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ അടുത്തെന്തായാലും മെസ്സിനെ കാണുന്നില്ല ഒരു പ്രതീക്ഷ ഉണ്ടാവും? എനിക്കറിയില്ല, കാരണം ഞാൻ ഒരു പ്രാവശ്യം അടുത്ത് എത്തിയിട്ട് ഞാൻ ഭയങ്കര ഫെയിൽ ആയതുകൊണ്ട് ഞാൻ ഒന്നിനും പ്രതീക്ഷിക്കുന്നില്ല. കിട്ടിയാലും അത്രേ ഉള്ളൂ. ഖത്തറിൽ വേൾഡ് കപ്പ് പോയി കണ്ട വേൾഡ് കപ്പ് കാണാൻ വേണ്ടി പോയാണ്ട് അപ്പൊ കണ്ടപ്പോ വേൾഡ് കപ്പ് കാണാൻ അടിപൊളി ഫീൽ ആണ്. ഞാൻ ആദ്യമായിട്ട് ഇന്ത്യ പുറത്ത് പോണത് ഖത്തറിൽ വെച്ചിട്ടാണ്. അപ്പൊ അന്ന് ഇത്രയും വലിയ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കളി കാണാൻ പറ്റിയ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഞാൻ അർജന്റീനയുടെ എല്ലാ കളിയും കണ്ട്, ഫൈനലടക്കം എല്ലാ കളിയും കണ്ടു. മെസ്സി ഫാൻസിനോട് എന്താ പറയാനുള്ളത്? മെസ്സി ഫാൻസിന്റെ റൊണാൾഡോ ഫാൻസ് എടുത്തും എല്ലായിടത്തും കൂടിയിട്ട് ഓൾമോസ്റ്റ് ഇത് കഴിയാൻ പോകണം. ഇപ്പൊ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം പഴയ ഫുട്ബോൾ കാണുന്ന ഒരു ത്രില്ല് ഇല്ല, അത് ഭയങ്കര നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഇനിയെങ്കിലും എല്ലാവരും തല്ലുപിടിക്കാണ്ടിരിക്കുക, സമാധാനമായിട്ട് ജീവിക്കുക. താങ്ക് യു. ഓക്കെ, താങ്ക് യു.